ഓം ത്ര്യംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം. ഇത് സരോവര തീരം. നാം ഇപ്പോൾ മാനസ സരോവര തീരത്താണ്. പുരാണങ്ങളിൽ മാനസ സരോവരം ഉദ്യാനകം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇവിടെ നിന്നാണ് കൈലാസത്തിന്റെ ആദ്യ ദർശനമുണ്ടാവുക. ഭക്തർ നിലത്ത് സാഷ്ടാംഗം പ്രണമിച്ച് ഇവിടെ സായുജ്യമടയും. മഹേശ്വരന്റെ സവിധത്തെ ആദ്യമായി കാണുമ്പോഴുണ്ടാവുന്ന അനുഭൂതി പറഞ്ഞറിയിക്കാവുന്നതല്ല. ബ്രഹ്മാവ് മനസ്സിൽ നിന്നും രൂപപ്പെടുത്തിയെടുത്തതാണ് മാനസ സരോവരം. അപ്സരസുകൾ നീരാടാൻ വരുന്നത് ഇവിടെയാണ്. വസിഷ്ഠനും അരുന്ധതിക്കും ഈ തീരത്ത് വെച്ച് പല സിദ്ധികളും ലഭിച്ചിട്ടുണ്ടെന്ന് പുരാണം പറയുന്നു. വാത്മീകി രാമായണത്തിൽ ഈ തീരത്തെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. സരയൂ നദി ഈ തടാകത്തിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നതെന്ന് രാമായണം നമുക്ക് പറഞ്ഞു തരുന്നു. പൗർണമി രാത്രിയിൽ പാർവതീദേവി നീരാടാൻ വരുന്നത് ഈ പൊയ്കയിലാണെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ഈ പൊയ്കയ്ക്ക് ചുറ്റും മഞ്ഞുമലകളാണ്. എങ്കിലും സരോവരത്തിലെ ജലം മഞ്ഞായി ഉറയാതെ നിലനിൽക്കുന്നത് ദേവചൈതന്യത്തിന്റെ സാമീപ്യം ഒന്നുകൊണ്ടു തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നിരവധി ഹിന്ദു സന്യാസിമാരും ബുദ്ധ സന്യാസിമാരും തപസ്സിനായി ഈ സരോവര തീരം തിരഞ്ഞെടുത്തത്. ഓം ത്ര്യംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം. ഉർവാരുകമിവ ബന്ധനാദ് മൃത്യോർമുക്ഷീയമാമൃതാത്. 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 ഓം ത്ര്യംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം. ത്തേക്കുള്ള പ്രദക്ഷിണ വഴിയാണ് കൈലാസ പരിക്രമണ വഴിയും എന്നർത്ഥം. ഇവിടെയുള്ള മലനിരകൾ പഴയ ഏതോ കൊട്ടാരക്കെട്ടുകളുടെ അവശിഷ്ടങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഇവിടെ നിന്നും പരിക്രമണ വഴിയിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ അവിചാരിതമായി പ്രകൃതി നമുക്ക് മുകളിൽ പെയ്യാം. മഴയായി, മഞ്ഞായി, കാറ്റായി. കൈലാസാധിപന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ടുള്ള യാത്ര സുഗമമാവൂ. ശ്രീയൈച്ചിതായ ജായത ചകോര ബന്ധുശേഖരാ. कराळफालपट्टिकाधगद्धगद्धगज्ज्वलद्धनञ्जयाधरीकृत प्रचण्ड पञ्चसायके धराधरेन्द्र नन्दिनी कुजाग्रचित्रपत्रक प्रकल्पनैकशिल्पी त्रिलोचने मतिर्ममा. नवीन
मेघमण्डली निरुद्ध दुर्धरस्फुरल् कुहूनिशीथिनीतम प्रबद्ध बन्धुकन्धर निलिम्ब निर्झरीधरस्तनोतु कृत्तिसुन्दर कलाधान बन्धुर श्रियं जगद्धुरन्धरा प्रफुल्ल नील पंकज प्रपंच कालिम प्रभावलंबि कंठ कुंडलीरुचि प्रबद्ध कंधरं स्मरच्छिदं पुरच्छिदं भवच्छिदं मघच्छिदं गजच्छिदन्धकच्छिदं तमन्दकच्छिदं भजे अगर्व सर्वमंगला कला कदम्ब ഇത് കൈലാസത്തിന്റെ വടക്കേ മുഖം. ഇവിടെയാണ് ഈ പർവ്വതം അതിൻ്റെ എല്ലാ സൗകുമാര്യങ്ങളുമായി യാത്രികനെ ആശ്ലേഷിക്കുന്നത്. കൈലാസത്തെ ഒരു പരിധിവരെ മറച്ചു നിൽക്കുന്ന ജാംബിയാങ് കൊടുമുടിക്ക് മുകളിൽ കയറിയാൽ കവിതയുടെ ദേവഭൂമിയിൽ നിന്നും തീർത്ഥം നനയാം. ഈ ഉയരങ്ങളിൽ പ്രാണവായു തീരെ കുറവാണ്. കർണാലി, ബ്രഹ്മപുത്ര, സിന്ധു, സത്ലജ് തുടങ്ങിയ 4 വലിയ നദികൾ ലോകത്തിന്റെ 4 കോണിലേക്ക് കൈലാസത്തിൽ നിന്നും ഉറവയെടുക്കുന്നു. കൈലാസ തിരുജടയിൽ നിന്ന് ഉദ്ഭവിക്കുന്ന കർണാലിയുടെ ഒരു കൈവഴി ഗോമുഖിൽ ഗംഗയാവുന്നു. അങ്ങനെ ശിവമുടിയിൽ നിന്നും ഭാഗീരഥി താഴേക്കൊഴുകുന്നു. കൈലാസം ദർശിക്കുമ്പോൾ നാം ദേവഭൂമിയെയാണ് ദർശിക്കുന്നത്. ലോകത്തിന്റെ നെറുകയും വിസ്തൃതിയും ഇടനെഞ്ചിലേക്ക് ആവാഹിച്ച് പ്രപഞ്ചത്തിന്റെ തന്നെ ഇടനെഞ്ചായി വർത്തിക്കുകയാണ് കൈലാസം. ഇവിടുത്തെ രാത്രിയും പകലും വടക്കുംനാഥന്റെ പ്രസാദമാണ്. ഇവിടുത്തെ ഓരോ മണൽത്തരിയും പരമശിവന്റെ താണ്ഡവത്തിന് താളം പിടിച്ചവയാണ്. ഇവിടെ തളം കെട്ടി നിൽക്കുന്ന കാലത്തിന്റെ അധിപനുള്ള പ്രണാമമായി ഇതാ ഈ യാത്രികൻ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. പ്രജാമഹീ മഹേന്ദ്രയോ സമം പ്രവർത്തയൻ മനഃകദാ സദാശിവം ഭജേ ജയത്വദഭ്രവിഭ്രമദ്ഭുജംഗമസ്ഫുരദ്ദഗദ്ധഗർവിനിർഗമത്കരാളഭാലഹവ്യവാഠിമിദ്ധിമിദ്ധിമിധ്വനൻ മൃദംഗ തുംഗമംഗല ധ്വനിക്രമ പ്രവർത്തിത പ്രചണ്ഡ താണ്ഡവ ശിവ.